മാന്ത്രികൻ മഹാമാന്ത്രികൻ കടമെടുത്ത കത്തനാർ കടമറ്റത്ത് കത്തനാറിൻ്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. നമ്മുടെ ജയസൂര്യയുടെ പടമാണ്. കുറേ വർഷമായിട്ട് പുള്ളി ഈ സിനിമയുടെ പുറകെ നടക്കുകയായിരുന്നു. ഫൈനലി ഈ വർഷം റിലീസാവുമെന്നാണ് കേട്ടത്. ഈ റിലീസായാൽ മതിയായിരുന്നു. കുറേ നാളായി കത്തനാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും 3 മിനിറ്റിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. കത്തനാർ നമുക്ക് കാണാം. നിങ്ങൾ എത്ര പേര് ആ പഴയ സീരിയൽ കണ്ടിട്ടുണ്ടെന്ന് അറിയിക്കൂടാ. തകൃതൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പള്ളിയിലച്ഛൻ്റെ ഒരു സാധനം, ഫ്രീക്ക് സാധനമാണ്. ഞാൻ പണ്ടിരുന്ന് കുത്തിയിരുന്ന് കാണുമായിരുന്നു. ഈ യക്ഷിയും പ്രേതവും ഭൂതമൊക്കെ ആയതുകൊണ്ട് രസമാണ് കേട്ടോണ്ടിരിക്കാൻ. കള്ളിയും കട്ട് നീലിയും ടീമും. അപ്പോൾ എന്തായാലും ശ്രീ ഗോകുലം മൂവീസാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ പുള്ളിക്കാരെന്തായാലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരിക്കും, ഉറപ്പായിരിക്കും. അതെനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ എന്തിനാണെങ്കിലും 3 മിനിറ്റ് ട്രെയിലറാണ്. ഈ പടം 3D പടമാണെന്നാണ് ഞാൻ കേട്ടത്. 3D. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ട്രെയിലർ കാണാം. വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പിടിയായിരുന്നു. അല്ല വിനീതല്ലേ ഇത്? വിനീതിൻ്റെ സൗണ്ട്. കാന്തല്ലൂർ ശാലയിൽ അത് വരവേൽക്കപ്പെടും. ഇന്ദ്രജാലത്തെ നമ്പുറതില്ല. തമിഴ് അല്ലല്ല, മലയാളം. വാ മാൻ, വാട്ട് എ നൈസ് ക്യാമറ. വാവ്, നൈസ് വിഷ്വൽസ്. എന്നൊക്കെ തമിഴ്, മലയാളം, ഇനി ഹിന്ദിയും കൂടെ പറഞ്ഞാൽ മതി. വിഷനറി പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലൻ. തേനല്ലേ? ദിസ് മൺസൂൺ. അപ്പോൾ ജൂണാ ജൂലൈയിലോ? ഓ, അനിമൽ VFX വെരി നൈസ്. CGI ഫ്രം ദ ഡയറക്ടർ ഓഫ് ഹോം. ആ സിമ്പിൾ പടം എടുത്ത മനുഷ്യനാണ് ഈ സിനിമ എടുക്കണത്. ഓ, അത് ശരി. അല്ല കത്തനാർ വന്ന കേട്ടാ. ഓ, പുള്ളി വന്നു. ഇതായാലും അപ്പൂപ്പൈ. വിനീതായിരുന്നു അത്. എന്തിനോട് ഇത്? പക്ഷെ എൻ്റെ അമ്മ പള്ളിയിലച്ഛൻ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടാ. കെയർഫുൾ ടു ഹൂം യു പ്രേ. അള്ളേ വന്ന് നല്ല വിഷ്വൽ കേട്ടോ. ഓ, അനുഷ്ക ഷെട്ടി, പ്രഭുദേവ, ഇതാരി, സനൂപ് ഷാൻ, സാൻഡി മാസ്റ്റർ, ദേവിക സഞ്ജയ്, വിനീത്. പ്രേതം എവിടെ? Where is the പ്രേതം? Not the tale you know. കിടിലൻ ട്രെയിലർ. An epic reborn. അല്ല, ഈ പള്ളിയിലച്ചന്മാർ എന്തോ ഒരു സാധനം ഇടുമല്ലോ. എൻ്റെ പേരെന്തരായിരുന്നു? ലോഹ. അതില്ലേ, അത് ഇടൂലേ? അത് പുള്ളി ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. കട്ടൊരു ലോഹയൊക്കെ ഇട്ടൊരു വടിയും കൊണ്ട് നടക്കും. ഇതിൽ വടിയുമില്ല ലോഹയുമില്ല. എന്താ അങ്ങനെ? കത്തനാർ ദ വൈൽഡ് സോർസറർ. അനുഷ്ക ഷെട്ടി ആരാണ്? എന്താ ബ്ലഡാ? ഇവിടെ കിടിലം VFX കേട്ടോ. VFX ചെയ്ത ചേട്ടൻ്റെ പേരൊന്ന് പറഞ്ഞോട്ടെ. VFX ചെയ്തതാ VFX സൂപ്പർവൈസർ വിഷ്ണു രാജ്. ഫിലിം എഡിറ്ററും VFX ഡയറക്ടറും റോജിൻ തോമസ്. അയാൾ തന്നെയല്ലേ ഡയറക്ടർ? ഹെഡ് ഓഫ് ടെക്നോളജി CGI സെന്തിൽ നേത്തൻ. കിടിലം കേട്ടോ. രാജീവൻ പ്രൊഡക്ഷൻ ഡിസൈനർ. ആർട്ട് ഡയറക്ഷൻ അജി കുട്ടിയാനി റാം പ്രസാദ്. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ശാലം ഗോപേശരത്ത്.
VFX ടീം കൊള്ളാം. ഡയറക്ടർ തന്നെയാണ് VFXൻ്റെ മെയിൻ ആൾ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് സോങ്സ് രാഹുൽ സുബ്രഹ്മണ്യൻ. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി നീൽ ഡി ചുൻഹ. ആരാണ് എന്തിനാണെങ്കിലും റോജിൻ തോമസിൻ്റെ പടമാണ്. അയാളെ ബ്ലഡ് ആൻഡ് സോൾ ആണെന്ന് തോന്നുന്നു ഈ പടം. പക്ഷേ കൊള്ളാം, രസമുണ്ട്. നല്ല കിടിലം വിഷ്വൽസും നല്ല ഗ്രാൻഡായിട്ട് എടുത്തേക്കണ പടം. നല്ല വലിയ ക്യാൻവാസിന് വേണ്ടിയിട്ട് നല്ല വിഷ്വൽ ട്രീറ്റ്. പക്ഷേ എൻ്റെ കത്തനാറ് ലോഹയിട്ട് കിടക്കുന്ന കത്തനാറാണ്. എനിക്ക് ഇതുമായിട്ട് യാതൊരു കണക്ഷനും കിട്ടുന്നില്ല. ചിലപ്പം സിനിമ കാണുമ്പോൾ സൂപ്പറായിരിക്കും, പക്ഷെ പുള്ളി മറ്റേ ലോഹയിട്ടില്ലെങ്കിൽ എന്തോ പോലെയടേ. ഇനി അവസാനം ഇടൂ, ഇട്ടാൽ മതിയായിരുന്നു. അത് ഇടുമ്പോഴാണ് നമുക്ക് ഇത് കടമറ്റത്ത് കത്തനാറല്ല എന്ന് തോന്നുന്നു അല്ലേ. ഇത് വേറെ ഏതോ കത്തനാർ, എന്തോ വൈൽഡ് സോർസർ എന്നല്ല. അപ്പോൾ നീലി അങ്ങനെയൊന്നും അല്ലേ ഈ പടം. ഇതിനാണ് ട്രെയിലർ ഒരു രക്ഷയില്ല, ഓടിപൊളി. പക്ഷേ നിങ്ങൾ ആ സീരിയൽ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഈ പറയണത്. മനസ്സിലായി? ഇതൊരുമാതിരി വാൻ ഹെൽസിങ് കണ്ട പോലെ ഉണ്ട്. എനിക്ക് വാൻ ഹെൽസിങ് അല്ല, എനിക്ക് നമ്മളാ തകൃതത്തെ ആ സാധനം വരണം. അതിൻ്റെ ഒരു ഇതുണ്ട്. അത് കുഴപ്പമില്ല, എന്തായാലും കൊള്ളാം. ട്രെയിലറൊക്കെ നല്ല രസമുണ്ട്. ഇത് 3D ഒക്കെ കാണുമ്പോൾ നല്ല ജില്ലായിട്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താണ് ട്രെയിലറിന് തോന്നിയതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഐ ലൈക്ക് ഇറ്റ്, വെയിറ്റിംഗ് ഓൾസോ. ഇതെന്ന് റിലീസ്? സോറി, അത് ഞാൻ നോക്കിയില്ല. ഓക്കെ.